ദില്ലിയിൽ കനത്ത പുകമഞ്ഞ് പലയിടത്തും കാഴ്ചാപരിധി പൂജ്യമാകുന്നു. രാജ്യതലസ്ഥാനത്ത് പുകമഞ്ഞ് രൂക്ഷമായതോടെ വ്യോമ റെയിൽ ഗതാഗതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ദില്ലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വിമാനം റദ്ദാക്കി. അതേസമയം മിക്കയിടങ്ങളിലും 300-ന് മുകളിലാണ് വായു ഗുണനിലവാരത്തിന്റെ തോതെന്ന് പറയുന്നത്. അബ്ദുൾ റഷീദ് ഉണ്ട്. റഷീദ്, ഈ പുകമഞ്ഞ് കാഴ്ചാപരിധി പൂജ്യമാക്കിയിരിക്കുന്നു, ഗതാഗതത്തെ വലിയ തോതിൽ തടസ്സപ്പെടുത്തുന്നു, വിമാനങ്ങളടക്കം റദ്ദാക്കുന്നു അല്ലേ? ഇപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള വിമാനം റദ്ദാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. മനു, രാജ്യതലസ്ഥാനത്ത് വായുമലിനീകരണത്തോടൊപ്പം പുകമഞ്ഞ് കൂടി വർദ്ധിച്ചിരിക്കുന്നതാണ് വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് റോഡ്, വ്യോമ, റെയിൽ ഗതാഗതത്തെ തന്നെ സാരമായി ബാധിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇന്ന് ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട നിരവധി വിമാനങ്ങൾ വൈകി ഓടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തേക്കടക്കമുള്ള നിരവധി ആഭ്യന്തര സർവീസുകൾ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ വിമാനത്താവള അധികൃതർ പങ്കുവച്ചിരിക്കുകയാണ്. ദില്ലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക്, അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ്, ഹരിയാന തുടങ്ങിയിട്ടുള്ള മേഖലകളിലേക്കുള്ള വിമാനങ്ങളൊക്കെ തന്നെയും റദ്ദാക്കിയിരിക്കുന്നു. ഈ ലാൻഡിങ്ങിനും അതോടൊപ്പം തന്നെ വിമാനം പറന്നുയരുന്നതിനും ഈ മൂടൽ മഞ്ഞ് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ വിമാനങ്ങൾ വൈകി ഓടുന്നതിനും റദ്ദാക്കുന്നതിനും കാരണമായിട്ടുള്ളത്. അതേസമയം നിരവധി മേഖലകളിലേക്കുള്ള റെയിൽവേ ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന സ്ഥിതിയാണുള്ളത്. പ്രത്യേകിച്ചും ദീർഘദൂര റെയിൽവേ ട്രെയിൻ സർവീസുകളൊക്കെ തന്നെയും ഇപ്പോൾ വൈകി ഓടുകയാണ്. നോർത്ത് ഈസ്റ്റ് കേരളത്തിലേക്കടക്കമുള്ള നിരവധി ട്രെയിനുകളാണ് ഇത്തരത്തിൽ വൈകി ഓടുന്ന സാഹചര്യമുള്ളത്. ഈ പുകമഞ്ഞ് അത് വലിയ തോതിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കാഴ്ചപരിധി പൂജ്യത്തിലേക്ക് എത്തുകയും വലിയ പ്രതിസന്ധി നേരിടുകയും ചെയ്യുന്നത്. അതേസമയം പ്രധാനപ്പെട്ട എക്സ്പ്രസ് ഹൈവേകളിലൊക്കെ തന്നെയും ഗതാഗതം സ്തംഭിക്കുന്ന സാഹചര്യമുണ്ട്. രാവിലെ മുതൽ ഓഫീസുകളിലേക്കും അതോടൊപ്പം തന്നെ മറ്റു വിനോദസഞ്ചാരികളടക്കം കടന്നു പോകുന്ന പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം തന്നെ നിലവിൽ ഗതാഗതക്കുരുക്ക് നേരിടുകയാണ്. ഇത്തരത്തിൽ 2 ദിവസത്തിലേറെയായി ഈ പുകമഞ്ഞ് ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. റോഡ് ഗതാഗത, വ്യോമ മേഖലകളിലൊക്കെ തന്നെയും താറുമാറാകുന്ന സ്ഥിതിയിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അതേസമയം വായു മലിനീകരണം അത് രൂക്ഷമായി തന്നെ തുടരുകയാണ്. മിക്കയിടങ്ങളിലും 300-ന് മുകളിലാണ് വായു ഗുണനിലവാരത്തോത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വായു ഗുണനിലവാരത്തോത് നിയന്ത്രിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ്. BJP സർക്കാർ നേരത്തെ ഈ കൃത്രിമ മഴയടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടത്തിയിരുന്നെങ്കിലും അതും പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് കനത്ത പ്രതിഷേധമടക്കം ദില്ലിയിലെ വിവിധ മേഖലകളിൽ ഉയർന്നു വരികയും ചെയ്തു. എന്തായാലും നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു പര്യാപ്തമായിട്ടുള്ള പരിഹാരത്തിലേക്ക് എത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. മിക്കയിടങ്ങളിലും വായു മലിനീകരണ തോത് അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. മനു, ശരി, ഓക്കെ, താങ്ക് യു റഷീദാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഒരു വശത്ത് ഈ കനത്ത തണുപ്പ്, മറുഭാഗത്ത് അന്തരീക്ഷ മലിനീകരണം, ആകെ വല്ലാത്തൊരവസ്ഥയാണ്. ദില്ലിയിൽ ഗതാഗതത്തെ അടക്കം സാരമായി ബാധിക്കുന്നു. വിമാനങ്ങൾ റദ്ദാക്കുന്നു. ട്രെയിനുകളൊക്കെ വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ട്രെയിൻ യാത്ര ചെയ്യുന്നവരൊക്കെ ഒന്ന് കരുതിയിരുന്നോളൂ, കാരണം റദ്ദാക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ.